ഈ 25 വർഷക്കാലം കുഞ്ഞുമോൻ കുന്നത്തൂരിന് ദയനീയമായ പരാജയം തന്നെയായിരുന്നു. ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എടുത്തു പറയത്തക്ക ഒരു വികസനവും കുഞ്ഞുമോന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതുവരെയുള്ള കോവൂർ കുഞ്ഞുമോൻ MLA വികസന മികവിനെ പറ്റി എന്താണ് മേഡത്തിന്റെ അഭിപ്രായം? കോവൂർ കുഞ്ഞുമോൻ MLA കഴിഞ്ഞ 25 വർഷം കുന്നത്തൂരിന്റെ MLA ആയിരുന്നു. കുന്നത്തൂരിനെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ ഏറ്റവും കൂടുതൽ കർഷകരും കർഷക തൊഴിലാളികളും സാധാരണക്കാരും ഏറ്റവും കൂടുതൽ ഉള്ള ഒരു വനവാസ മേഖല കൂടിയാണ് കുന്നത്തൂർ എന്ന് പറയുന്നത്. ഭരണം ഉള്ളപ്പോഴും ഇല്ലാത്തുമ്പോഴും LDF ഭരണം ഉള്ളപ്പോഴും ഇല്ലാത്തുമ്പോഴും ഒക്കെ കുഞ്ഞുമോൻ MLA തന്നെയായിരുന്നു. പക്ഷേ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് കുന്നത്തൂരിന് എടുത്തു പറയാനൊരു വികസനം ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ ടൂറിസം പരിപോഷിപ്പിക്കാൻ പറ്റുന്നൊരു മേഖലയാണ് കുന്നത്തൂരിൻ്റെ വിവിധ ഭാഗങ്ങൾ. ശാസ്താംകോട്ട കായൽ ഉൾപ്പെടെയുള്ള അതിൻ്റെ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിച്ച് പൊതുവെ ഈ മണ്ഡലത്തിനൊരു മാറ്റം സൃഷ്ടിക്കാൻ കുഞ്ഞുമോന് കഴിയുമായിരുന്നു. ഇവിടെ തൊട്ടടുത്തൊരു സ്ഥലമുണ്ട്, ചക്കുവള്ളിച്ചിറ. അതെ, ചക്കുവള്ളിച്ചിറ. അങ്ങനെയുള്ള ടൂറിസത്തെ ജനങ്ങളെ ആകർഷിക്കാനും കുന്നത്തൂരിന്റെ മുഖച്ഛായ മാറ്റിമറിക്കാൻ പറ്റുന്ന അനവധി പദ്ധതികളിൽ കുഞ്ഞുമോൻ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അതൊരു വലിയ പരാജയം തന്നെയാണ്. അതൊരു വലിയ പരാജയം തന്നെയാണെന്ന് ആവർത്തിച്ച് തന്നെ പറയേണ്ടി വരും. പിന്നെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ മേഖലകളിലാണെങ്കിലും സാമൂഹ്യ മേഖലകളിലാണെങ്കിലും ഇവിടെ ഒരു നേഴ്സിംഗ് കോളേജ് ഉണ്ടായിരുന്നു. അത് കൊല്ലത്തോട്ടങ്ങ് മാറ്റിക്കൊണ്ടുപോയത്. അതായത് ഒരു കുന്നത്തൂരിന് ഒരു പോളിടെക്നിക്കോ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് കോളേജുകളോ അല്ലെങ്കിൽ പട്ടികജാതിക്കാർക്ക് നാളെ എടുത്തു പറയത്തക്ക രീതിയിൽ ഒരു അംബേദ്കർ സ്റ്റഡീസ് സെന്ററുകളോ അതുപോലൊക്കെയുള്ള നൂതനമായ ഒരു കാര്യങ്ങളും കുന്നത്തൂർ മണ്ഡലത്തിൽ കുഞ്ഞുമോന് 25 വർഷക്കാലം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഞാൻ രാഷ്ട്രീയപരമായ ആരെയും തേജോധം ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഒരിക്കലും ഞാനില്ല. അതിന്റെ ശാസ്താംകോട്ട തടാകം പുള്ളി പറഞ്ഞിട്ട് ഞാൻ ശാസ്താംകോട്ട തടാകത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ട് വിവാഹം കഴിക്കത്തുള്ളൂ. അത് ഈ ജന്മം നടക്കുന്ന കാര്യമല്ല. ശാസ്താംകോട്ട കായൽ എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഈ മണ്ഡലത്തെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചിട്ടുള്ള ഒരു പ്രദേശമാണ്. ഇപ്പം അവിടെ കുറച്ചൊക്കെ വെട്ടിത്തെളിച്ച് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ടൂറിസത്തിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ആണെങ്കിലും തൊട്ടടുത്ത് കിടക്കുന്ന ശാസ്താംകോട്ട കോളേജ് ഇതുപോലൊക്കെയുള്ള ഈ കാര്യങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒട്ടനവധി നൂതന മാർഗങ്ങൾ ചെയ്യുവാൻ കഴിയുമായിരുന്നു. ഇതിലേക്കൊന്നും അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ്. ഇനിയും ഒരു ഊഴം കാത്ത് ഇവിടെ എന്തെങ്കിലും ചെയ്യുമെന്ന് പറയുന്നെങ്കിൽ അത് വെറും മിഥ്യാബോധം മാത്രമാണ്. 25 വർഷക്കാലം കുഞ്ഞുമോൻ കുന്നത്തൂരിന് ദയനീയമായ പരാജയം തന്നെയായിരുന്നു. ആ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. എടുത്തു പറയത്തക്ക ഒരു വികസനവും കുഞ്ഞുമോന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതിനിപ്പോ വിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഭരണിക്കാവ് ശാസ്താംകോട്ട ഒരു ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് കൊണ്ടുവന്നു. എന്താ ഇപ്പൊ അതിന്റെ സ്ഥിതി? എന്താണ് അതിന്റെ സ്ഥിതി എന്ന് കാണാമല്ലോ. അവിടെ ഇപ്പം വക്കീലന്മാരുടെയും അല്ലെങ്കിൽ അതുപോലൊക്കെയുള്ളവരുടെയും വണ്ടികൾ പാർക്ക് ചെയ്യാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് മീൻ കച്ചവടത്തിനും അല്ലെങ്കിൽ വഴിപാണിപ്പ കച്ചവടക്കാർക്കും അതായത് ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിൽ യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ശാസ്താംകോട്ട ഉണ്ടാക്കിയ ഒരു ട്രാൻസ്പോർട്ട് ഡിപ്പോ നിലനിർത്താൻ ഒരു MLAക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? എന്തുകൊണ്ടാണ് ആ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് അവിടെ നിന്ന് പോകാനുണ്ടായ സാഹചര്യം എന്താണ്? ഒരു MLA എന്ന രീതിയിൽ എന്തെങ്കിലും ഒരു മുൻകരുതൽ എടുത്തുകൊണ്ട് അതവിടെ നിലനിർത്തി ഒരു വികസനമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഞാൻ ഓരോന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. സമസ്ത മേഖലകളിലും സമ്പൂർണ്ണ പരാജയമായ ഒരു MLA 25 വർഷക്കാലം, അത് ഒരു ചെറുപ്പക്കാരൻ, ഊർജ്ജസ്വലനായ ഒരു ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞ് നടന്ന ഒരാൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇനിയൊരു ഊഴം കാത്ത് നടക്കുന്ന കാര്യമൊന്നുമല്ല. കുന്നത്തൂരിന്റെ മധ്യഭാഗമാണല്ലോ ശാസ്താംകോട്ട എന്ന് പറയുന്നത്. 4 സൈഡിലേക്കും എപ്പോഴും യാത്രക്കാർ തിങ്ങിപ്പാർക്ക് പോവുകയും വരികയും ചെയ്യുന്ന സ്ഥലമാണല്ലോ. ഒരുപക്ഷെ ഈ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡ് നിലനിർത്തിയിരുന്നെങ്കിൽ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഇവിടുത്തെ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു വലിയ പശ്ചാത്തലം തന്നെ ഉണ്ടായി പോയാനുമായിരുന്നു. അതുണ്ടാക്കിയില്ലല്ലോ.
അതുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞില്ലല്ലോ. അപ്പൊ ആ വികസന കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. അത് അമ്പേ പരാജയം തന്നെയാണ്. അതിനെത്ര വെള്ളം പൂശിയിരുന്നാലും അതിനകത്ത് യാതൊരു യാഥാർത്ഥ്യവും ഇല്ല. ഒരു പറയത്തക്ക ഒരു വികസനവും ഇവിടെ കാഴ്ചവെച്ചിട്ടില്ലെന്നാണ് മേഡത്തിന്റെ അഭിപ്രായം. അതെ, എന്റെ അഭിപ്രായം അത് തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറയുന്നത്. അദ്ദേഹം അതത് ചെയ്തിട്ടില്ല. ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പറയട്ടെ. ചക്കൊള്ളിച്ചിറ എത്രമാത്രം വികസനോന്മുഖമായ രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നത്.